ഗൈസ് ഒരു 10 ദിവസം മുമ്പ് ഞാൻ കുറേ ബൊഗെയിൻവില്ലയുടെ കമ്പുകൾ കൊണ്ട് പാകിയത് നിങ്ങൾ കണ്ടായിരുന്നല്ലോ. മുളച്ചിട്ടുണ്ടോയെന്ന് അറിയാം. ഒരു ഇതേ ഇരിക്കുന്നത് കേട്ടോ, ഇതെല്ലാം ആ പാകിയ കമ്പുകളാണ് കേട്ടോ. ഇതെല്ലാം ഇന്നത്തെ ഇപ്പം നമ്മൾ പാകിയതിൽ ഒന്ന് പോലും ഇല്ല മുള പൊട്ടാത്തത്. എല്ലാം നല്ല അടിപൊളിയായിട്ട് കിളിച്ചു കേട്ടോ. അതെ കേട്ടോ, ഇതും കിളിച്ച് എല്ലാം അടിപൊളിയായിട്ട് കിളിച്ചിരിക്കുകയാണ്. അപ്പം ഈ ഇതേം കിളിച്ച് നമ്മുടെ കമ്പുകളെല്ലാം നല്ല അടിപൊളിയായിട്ട് കിളിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം നല്ല സൂപ്പറായിട്ട് കിളിച്ചിട്ടുണ്ട്. ഇതേ ഇതിനകത്ത് കുറേ കളകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കിളിച്ച് നിങ്ങൾ കണ്ടല്ല ഇത് വെച്ചത്. ഇതിൻ്റെ വീഡിയോ നേരത്തെ നടുന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നായിരിക്കും. ഇത് കണ്ട, ഇത് മുളച്ച് നമുക്ക് ഏതായാലും എല്ലാം പൊട്ടിച്ച് നോക്കാം. ഇതുകൂടെ ഒന്ന് പൊട്ടിച്ച് നോക്കാം അല്ലേ. ഇത് വിട്ടിരിക്കട്ടെ, ഇത് പൊട്ടിക്കുന്നില്ല. ഇത് ഓൾറെഡി മുളച്ചിട്ടുണ്ട്. ഇതും മൊത്തം മാറിയുണ്ടോ, ഉണ്ടോ? ഒറ്റ ചെടി പോലും കമ്പ് പോലും ഇല്ലാതെ മുളച്ചേക്കുന്നുണ്ടോ? ഉണ്ടോ? നല്ല ഗ്രോത്താണ്, നല്ല തഴച്ച് കിളിച്ച് വന്നിരിക്കുന്നുണ്ടോ. ഇത് മുളച്ചു എന്ന് പറഞ്ഞ് ഈ കവർ എടുത്ത് കളയല്ല കേട്ടോ. ഒരു 10 days കഴിയുമ്പോൾ ഇത് മുളയ്ക്കും. ഏകദേശം ഒരു 10 ദിവസം, ഒരു 8 തൊട്ട് 10 ദിവസത്തിനുള്ളിൽ മുളച്ച് വരും കേട്ടോ, നല്ല രീതി. അപ്പോഴത്തേക്കും നമ്മൾ എല്ലാം നല്ലവണ്ണം മുളച്ചതുകൊണ്ട് കവറെടുത്ത് മാറ്റാമെന്ന് വിചാരിച്ച് കവറെടുത്ത് മാറ്റാൻ നിൽക്കരുത്, ഉണങ്ങിപ്പോവും. അതുകൊണ്ടൊരു 2 ആഴ്ചയും കൂടെ മുളച്ചതിന് ശേഷം ഒരു 2 ആഴ്ചയും കൂടെ കവറിട്ട് വെച്ചതിന് ശേഷം പതുക്കെ കവറിൻ്റെ ആ കെട്ട് മാത്രം അഴിച്ചു വിടുക. എന്നിട്ട് ജസ്റ്റ് കവർ മാത്രമായിട്ട് ഇങ്ങനെ വയ്ക്കുക, എയർ ഇങ്ങനെ അകത്തോട്ട് കയറത്തക്ക രീതി. അങ്ങനെ പതുക്കെ കവറെടുത്ത് മാറ്റാവും കേട്ടോ. എന്നിട്ടും ചെടി ഈ കമ്പ് മാറ്റി ചട്ടികളിലോട്ട് മാറ്റാൻ നിൽക്കരുത്. ഈ ഇലകൾ നല്ല രീതി വളർന്നതിന് ശേഷമേ മാറ്റാൻ പതുക്കെ നിൽക്കാവൂ. അല്ലെങ്കിൽ ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇത് മുള പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിന് വേര് ഇറങ്ങിയിട്ടുണ്ടാകത്തില്ല. വേര് ഇറങ്ങണമെങ്കിൽ എങ്ങനെ പോയാലും ഒരു മാസത്തിൻ്റെ അടുത്ത് വരെ പിടിക്കും. ഒരു മാസത്തിന് ശേഷം മാറ്റാൻ നിൽക്കാവൂ കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.